ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഒരു വിൻറ്റേജ് തീമിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയോ ഗൈസ്, ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കിട്ടോ. ഞാൻ നിങ്ങളുടെ അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇങ്ങനെ നമ്മൾ പോൾസ് ഇടുമല്ലോ. അപ്പോൾ അതിൽ ഞാൻ എസ്തെറ്റിക്സും വിൻറ്റേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് എപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക പേരും എസ്തെറ്റിക്സിൻ്റെ പിന്നാലെ പോയവരെ, എല്ലാവരും മിനിമൽ എസ്തെറ്റിക് അല്ലെങ്കിൽ ക്യൂട്ട് എസ്തെറ്റിക്സിൻ്റെ ആൾക്കാരെ എനിക്ക് മനസ്സിലായി. വിൻറ്റേജിനോട് ആർക്കും ഇഷ്ടമല്ലാതെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഇഷ്ടമുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു വിൻറ്റേജ് ലവറാട്ടോ. എനിക്ക് വിൻറ്റേജും ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എസ്തെറ്റിക്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ അധികം എസ്തെറ്റിക് കോണ്ടൻസും അതുപോലെ വിൻറ്റേജ് കോണ്ടൻസും ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിൻറ്റേജിന് ഇഷ്ടപ്പെടാത്തവർ വിൻറ്റേജിലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് എന്ത് ഭംഗിയാണ് വിൻറ്റേജൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് വേറെ എവിടേക്കോ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ റാപ്പ് ചെയ്യുന്ന കാര്യമായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് മുമ്പും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കസ്റ്റമർ. ചില കസ്റ്റമേഴ്സിന് നമുക്കൊരു ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, കാരണം അവർ നമ്മുടെ ആർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ലിനെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. പിന്നെ അവർ നമ്മളടുത്ത് സംസാരിക്കുന്ന ആ ഒരു വേ, അതൊക്കെ നല്ല ആളിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊക്കെ പോലെ ഫീൽ ചെയ്തു കേട്ടോ. അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ ഇപ്രാവശ്യം ആൾ നമുക്കൊരു 3 ബുക്ക്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു വിൻറ്റേജ് എൻവലപ്പ് ഈ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കണം. പിന്നെ അതുപോലെ ഒരു ബുക്ക് മാർക്ക്, എന്നിട്ട് വിൻറ്റേജ് റാപ്പിംഗ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓർഡർ. പിന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഞാൻ ഡിഗ്രിക്ക് ലിറ്ററേച്ചർ ആയിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കോളേജ് ഉണ്ട്, ജെംസ് ആർട്സ് സയൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസ്, പോംസ്, അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊക്കെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം വരും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇതുപോലെ ബുക്സ് വായിക്കുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കാം. പിന്നെ നമ്മുടെ ലിറ്ററേച്ചർ ക്ലാസ് ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ ചേർന്നപ്പോഴും തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ DED കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇനി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്കിന് കയറണമെങ്കിൽ ഡിഗ്രി നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പാരൻസ് എന്നെ ലിറ്ററേച്ചറിന് കൊണ്ടുപോയിട്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ BMMC ഒക്കെ ആയിരുന്നു, മൾട്ടിമീഡിയ ആയിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ ആദ്യമൊക്കെ ലിറ്ററേച്ചർ ഇഷ്ടമായിട്ടില്ലെങ്കിലും പക്ഷേ പിന്നെ അതിലേക്ക് നമ്മൾ പഠിച്ച് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട്, അതായത് എൻ്റെ ഒരു വൈബിന് പറ്റിയതാണെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടും അങ്ങനെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ബുക്ക് വായന തുടങ്ങിയത്. അല്ലാണ്ട് ബുക്സ് വായിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു പണ്ടൊന്നും. അങ്ങനെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് വായിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും പുതിയ ബുക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കണം, അല്ലെങ്കിൽ അപ്പോൾ വേറെ ആരുടെയൊക്കെ കയ്യിൽ ബുക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വായിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ആളേക്ക് ഈ ബുക്സ് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴോ ഞാൻ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് സ്മെൽ ചെയ്ത് നോക്കിയിട്ടോ എനിക്കിത് വായിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. പിന്നെ ഇതൊരു അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട വർക്കായിരുന്നു. ആൾക്ക് 3 ഡേയ്സിൽ തന്നെ ഇത് ഡിസ്പാച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് സമ്മറി ഉണ്ടല്ലോ, ഉള്ളടക്കമൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കി പുസ്തകത്തിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടോ ആളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ ബുക്സൊക്കെ നിങ്ങളിങ്ങനെ നടന്നോളൂ, ഇങ്ങനെ ബുക്സൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കി, എന്ത് രസമാണ് ആ ബുക്സൊക്കെ എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ വായിക്കാൻ എന്ത് രസമായിരിക്കും, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളിങ്ങനെ അൺറൊമാൻറ്റിക് ആയിട്ട് നടന്നോളി. അൺറൊമാൻറ്റിക് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിട്ട് ട്രോളിയോണ്ട് നിൽക്കും. അപ്പം എൻ്റെ അടുത്ത് പറയും, ഇത് ഓർഡർ കിട്ടി കഴിഞ്ഞാലും ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, എല്ലാം എൻ്റെ നെഞ്ചത്തോട്ടന്നെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പുസ്തകത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ ആ ബുക്സിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് റാപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം തിക്നെസ്സും ക്വാളിറ്റി ഉള്ള ബ്രൗൺ പേപ്പർ. ഇത് ഞാൻ ഏതോ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. എന്നോ കാലം വാങ്ങിച്ചേക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ ഒരുപാട് ഞാൻ അതായത് ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് വിൻറ്റേജിൽ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബ്രൗൺ പേപ്പർ ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ട്. കാരണം 3 ഡേയ്സിൻ്റെ ഉള്ളിലേക്ക് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ ടൈമില്ല. കാരണം ഞാൻ വീട്ടിലെത്തുമ്പോൾ 5 മണിയാവും. പിന്നെ എനിക്ക് കോളേജുകളിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇത്ര ഹെവി ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൾ പറഞ്ഞ് മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിനിമൽ ആയിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 3 ബുക്സും. അപ്പോൾ ആദ്യം ഞാനിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ബുക്ക് എന്നുള്ള പേജ് ഇതുപോലെ ഫ്രീ ഹാൻഡ് ആയിട്ട് കീറി എടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഡയറി എന്നുള്ള ഒരു പേജും കൂടെ, ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡയറി എന്നൊരു പേജ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലസ്റ്ററാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി വെക്കും. ഞാനത് സെയിൽ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ജേണലിലൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് അതിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ജിപ്സി ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 എന്നുള്ള അതൊരു റാൻഡം നമ്പറായിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തതായിട്ടോ. അല്ലാണ്ട് ഒരു സാമ്യം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നമ്പർ കിട്ടിയപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലും ഇതുപോലെ
ഒരു വാഷി ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സർക്കിൾ സ്റ്റിക്കേഴ്സും കൂടെ, പിന്നെ ഒരു കോട്ടും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിൽ റാപ്പ് ചെയ്തപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതും ഡെക്കറേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി സെക്കൻഡ് ബുക്കാണ് ഇത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ എങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ബുക്കിൻ്റെയും തേർഡ് ബുക്കിലൊന്നും ഞാൻ എങ്ങനെയാണ് അത് റാപ്പ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതും ഞാൻ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ റാപ്പ് ചെയ്തിട്ടുള്ള 3 ബുക്സും ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ, പിന്നെ എൻവലപ്പും ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു വെള്ളം പേപ്പർ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് കയറിയെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്ലസ്റ്റർ തന്നെയാണ് കേട്ടോ ഇതും. ഞാനൊരു മിനി ജേണൽ ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ സെയിം ക്ലസ്റ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒന്നും കൂടെ അതുപോലെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇംഗ്ലീഷ് പേപ്പർ ഇതുപോലെ ചെറുതാക്കിയിട്ട് കീറിയെടുത്തിട്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിലിം റോളിൻ്റെ ഒരു ഡൈ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് പോർഷനാണ് കേട്ടോ ആ ഡോട്ട് വന്നിട്ടുള്ള ഒരു കുഞ്ഞു പേപ്പർ പീസ് കണ്ടോ, അതും അപ്പോൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാക്സിലാണ് കേട്ടോ. ഞാനൊരു പ്രസ്ഡ് റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനത് ഒട്ടിച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത് എന്തോ ഒരു രസമില്ലാതെ തോന്നിയിട്ട് ഞാൻ അതവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു 6 എന്നുള്ള നമ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റാൻഡായിട്ട് ഞാൻ പിക്ക് ചെയ്ത് ഒട്ടിച്ചതാണ് എന്നുള്ളത്. പിന്നെ ഒരു വൈറ്റ് ബീഡും കൂടെ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാഷി ടൈപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്റ്റിക്കറും കൂടെ അതിൻ്റെ കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാക്സിൽ ഡിസൈൻ അവിടെ മാറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്കറായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് ക്ലിയർ സ്റ്റാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വിൻറ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ക്ലിയർ സ്റ്റാമ്പിങ്ങോ എനിക്ക് എന്തോ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുണ്ടെന്ന് ഇങ്ങനെ എപ്പോഴും തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിയർ സ്റ്റാമ്പ് ഡിസൈൻസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ടിമൂന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ക്ലിയർ സ്റ്റാമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് സ്റ്റാമ്പ്സ് എടുത്തിട്ട് ഇതിലിങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് സ്റ്റാമ്പ് എവിടെ വെച്ച് കഴിഞ്ഞാലായിരിക്കും ഭംഗി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ നമുക്കത് അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അവിടെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും എന്താ പറയുക ആ ഒരു വൃത്തി കിട്ടുമല്ലോ. മറ്റേ നമ്മൾ സ്റ്റാമ്പ് എടുത്തിട്ട് ഇത് എവിടെ വെക്കുക എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും എല്ലാം ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ. അതായത് നമ്മൾ അറേഞ്ച് ചെയ്തതിന് മുന്നേ ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ ടൈം എന്താ പറയുക സേവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഞാൻ എല്ലാതും ഇതുപോലെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സെക്കൻഡിൽ സ്റ്റാമ്പ് ചെയ്ത ആ ഒരു ഡിസൈൻ അവിടെ ക്ലിയർ സ്റ്റാമ്പ് വെച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പക്ഷേ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ര വലിയൊരു ഭംഗിയായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് അവിടെ പിടിച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസൈൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്യാൻവാസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പീസ് ഇതുപോലെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സർക്കിൾ ഷേപ്പിൽ വരുന്നൊരു ഡൈ കട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രണ്ടിൽ വാഷി ടൈപ്പ് ഒട്ടിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു പേപ്പർ പീസ് കുറച്ച് പശ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചുക്കി ചൊളിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫോറിൻ ക്രാഫ്റ്റേഴ്സ് ഇങ്ങനെ ജനറൽ ചെയ്യുമ്പോൾ അവരിങ്ങനെ ചെയ്യുന്നത് കാണാം വാഷി ടൈപ്പ് യൂസ് ചെയ്തിട്ടും. അപ്പോൾ അങ്ങനെ അത് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തതായിട്ട് വന്നത് നമ്മുടെ ആ ഒരു സ്റ്റാമ്പിൻ്റെ ആ ഒരു വൃത്തി കേട് മാറിക്കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വൃത്തികേടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെച്ച് കൊടുത്താലും അതൊരു ഭംഗിയായിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബുക്സും റാപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് നമ്മുടെ വിൻറ്റേജ് എൻവലപ്പ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു ലെറ്ററും കൂടെ അതിൽ വെക്കാനുണ്ട് എന്നല്ലേ. അപ്പോൾ അതിനുള്ള എൻവലപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് കേട്ടോ. ഇനി നമ്മുടെ തേർഡ് ബുക്കാണ് കേട്ടോ ചെയ്യുന്നത്. തേർഡ് ബുക്കിന് ഓൾറെഡി റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലായിരുന്നു ബുക്ക് മാർക്കും അതുപോലെ ആ ഒരു എൻവലപ്പും വെക്കാണ്ടായിരുന്നു. പക്ഷെ അതിൽ ലെറ്ററിൻ്റെ കോണ്ടൻറ്റ് ആൾ അയച്ചു തരാൻ കുറച്ച് വഴുകി. അതുകൊണ്ട് എനിക്ക് മറ്റേ 2 ബുക്സ് റാപ്പ് ചെയ്ത ടൈമിൽ ഇത് റാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ രാവിലെ ആയിരുന്നു ഇത് എന്താ പറയുക ഇതിൻ്റെ വീഡിയോ എടുക്കണമല്ലോ എന്തായാലും. അപ്പോൾ ഞാൻ നൈറ്റിൽ എന്ത് ചെയ്തു പാക്ക് ചെയ്ത് വെച്ചു. ലെറ്റർ കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ രാവിലെ എനിക്ക് ഇതുപോലെ ഓരോന്ന് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. കാരണം എനിക്ക് ക്ലാസ്സിനൊക്കെ പോകാനുള്ളതായതുകൊണ്ട്. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതുപോലത്തെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് വെച്ചു. എന്നാൽ ഈ ഡിസൈൻ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുത്താൽ മതില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടൊരു ക്ലസ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റും കൂടെ ഒന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കേട്ടോ നമ്മുടെ വിൻറ്റേജ് റാപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന വിൻറ്റേജിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ അപ്പോൾ ബൈ.